നമസ്തേ. വിദേശ ഫണ്ട് ആർക്ക് ലഭിക്കണമെന്ന് തീരുമാനിക്കുന്ന സ്ഥാപനത്തിൽ കോൺഗ്രസ് ദേശീയ വക്താവിന്റെ ഭാര്യ. അതേസമയം വന്ദേമാതരം വിവാദത്തിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ്. ആരോപണങ്ങൾക്കു പിന്നിലെ യാഥാർത്ഥ്യം എന്തായിരിക്കും? രാഹുൽ ഗാന്ധിയുടെ പുതിയ പ്രതിഷേധവും കോൺഗ്രസിന്റെ നിലപാടുകളും വീണ്ടും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. ഭാരത വിരുദ്ധ കാഴ്ചപ്പാടുള്ള രാജ്യത്തെ ഏതൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് വിദേശ ഫണ്ട് ലഭിക്കണമെന്ന് തീരുമാനിക്കുന്ന കമ്പനിയിൽ കോൺഗ്രസ് ദേശീയ വക്താവ് പവൻ ഖേരയുടെ ഭാര്യ കോട്ട നീലിമയുമെന്ന് ആരോപണം. മാധ്യമരംഗത്തെ ആർക്കൊക്കെയാണ് വിദേശ ഫണ്ട് ലഭിക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രോട്ടോ എന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് തെലുങ്കാന കോൺഗ്രസിന്റെ മുൻ വൈസ് പ്രസിഡന്റായ നീലിമ. ഇന്റർനാഷണൽ സെന്റർ ഫോർ ജേർണലിസ്റ്റ് ICFJ എന്ന സംഘടനയാണ് 2018 പ്രോട്ടോ സ്ഥാപിച്ചത്. പല രാജ്യങ്ങളിലെയും മാധ്യമ പ്രവർത്തകർക്ക് വിദേശ ഫണ്ട് നൽകുന്ന രഹസ്യ സ്വഭാവമുള്ള അമേരിക്കൻ സംഘടനയാണ് ICFJ എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതിന്റെ ദക്ഷിണേഷ്യയിലെ പങ്കാളിയായാണ് പ്രോട്ടോ പ്രവർത്തിക്കുന്നതെന്ന് പറയപ്പെടുന്നു. പൂർണ്ണമായും പുറമേ നിന്നുള്ള ഫണ്ടിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന ICFJയുടെ 2023 വരുമാനം $11 ദശലക്ഷം ആയിരുന്നു. ചെലവ് $17.2 ദശലക്ഷം. ഈ വൻതുക സംഘടന ലക്ഷ്യം വെക്കുന്ന രാജ്യങ്ങളിലെ മാധ്യമ പ്രവർത്തകരെ സ്വാധീനിക്കാൻ നൽകിയതാണെന്ന് കരുതപ്പെടുന്നു. അമേരിക്കൻ മാധ്യമരംഗത്തെ ബ്ലൂംബെർഗ്, വാൾ സ്ട്രീറ്റ് ജേർണൽ, പൊളിറ്റിക്കോ, കടുത്ത ഭാരത വിരുദ്ധനായ ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ തുടങ്ങിയവയാണ് ICFJയ്ക്ക് ഫണ്ട് നൽകുന്നത്. GFMD എന്ന പേരിൽ ബെൽജിയത്തിലെ ബ്രസൽസ് കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘടനയുണ്ട്. ഈ സംഘടന 70 രാജ്യങ്ങളിൽ നിന്നുള്ള 200 മാധ്യമ സ്ഥാപനങ്ങളെ ഏകോപിപ്പിക്കുന്നു. പാശ്ചാത്യ നിയന്ത്രണത്തെ എതിർക്കുന്ന സർക്കാരുകളെ അട്ടിമറിക്കുക എന്നതാണ് ഈ സംഘടനയുടെ അജണ്ട. നീഡ് എന്ന പേരിലുള്ള US ഏജൻസിയാണ് ഈ സംഘടനയ്ക്ക് ഫണ്ട് നൽകുന്നത്. ഇക്കാരണത്താൽ റഷ്യ, ചൈന മുതലായ രാജ്യങ്ങളിൽ വിലക്കുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെർസെപ്ഷൻ സ്റ്റഡീസ്, റേറ്റ് ആൻഡ് ഡിബേറ്റ് തുടങ്ങിയവയിലൂടെ 2017 മുതൽ മാധ്യമ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയാണ് കോട്ട നീലിമ എന്നാണ് ആരോപണം. മുൻ AAP നേതാവ് ആശുതോഷ് അദാനി ഗ്രൂപ്പിനെതിരെ നിരന്തരം എഴുതുന്ന പരഞ്ജോയ് ഗുഹ, താർകൂത്ത തുടങ്ങിയ കടുത്ത BJP വിരുദ്ധ മാധ്യമ പ്രവർത്തകർക്ക് വിദേശ ഫണ്ട് നൽകാനുള്ള മറയാണ് ഈ വേദികളെന്ന് കരുതപ്പെടുന്നു. ഭാരതത്തിൽ ന്യൂനപക്ഷ പീഡനവും വിദ്വേഷ പ്രസംഗവും നടക്കുകയാണെന്നും ഏകപക്ഷീയമായ നീതിന്യായ വ്യവസ്ഥയാണ് നിലവിലുള്ളതെന്നും ആരോപിക്കുന്ന നിരവധി ലേഖനങ്ങൾ ICFJ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഘടനയുമായി കോൺഗ്രസ് വക്താവിന്റെ ഭാര്യ സഹകരിക്കുന്നത് നിരവധി സംശയങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചു രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം തനിക്കെതിരായ ഈ ആരോപണങ്ങളെ കോട്ട നീലിമ നിഷേധിക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അടുത്തിടെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാര്യയ്ക്കെതിരെ വസ്തുതാവിരുദ്ധമായ പരാമർശം നടത്തി കേസിൽ പ്രതിയായ ആളാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേര. അതേസമയം FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ധർണ നടത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കേന്ദ്രമന്ത്രി JP നഡ്ഡ കഴിഞ്ഞ വെള്ളിയാഴ്ച വിമർശിച്ച് രംഗത്ത് വന്നു. സൻസദ് മാർഗ് പോലീസ് സ്റ്റേഷന് പുറത്ത് രാഹുൽ ഗാന്ധി കാണിച്ച വിലക്കുറഞ്ഞതും ശ്രദ്ധ പിടിച്ചുപറ്റുന്നതുമായ രാഷ്ട്രീയത്തിന് രാജ്യം മുഴുവൻ വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ കുത്തിയിരിപ്പ് സമരം വിദ്യാർത്ഥികൾക്കോ നീതിക്കോ വേണ്ടിയുള്ളതല്ല, മറിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നിരാശയുടെയും മാധ്യമ ശ്രദ്ധയ്ക്കായുള്ള രാഹുൽ ഗാന്ധിയുടെ ദാഹത്തിന്റെയും പ്രതീകമാണെന്ന് JP നഡ്ഡ തുറന്നടിച്ചു. വന്ദേമാതരം വിഷയത്തിൽ കോൺഗ്രസ് ഇതിനകം തന്നെ വിമർശനത്തിന് വിധേയമായിട്ടുണ്ടെന്നും പൊതുജനങ്ങൾ ഇത്തരം ഉത്തരങ്ങൾ തേടുന്നുണ്ടെന്നും ആ നാണക്കേടിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ രാഹുൽ ഗാന്ധി നടത്തിയ പുതിയ നാടകം മാത്രമാണ് ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജൂലൈ 20 സംഭവം സുപ്രീം കോടതി ഇതിനകം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ 5 അംഗ ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിന് മുഴുവൻ അറിയാം. രാജ്യത്തെ പരമോന്നത കോടതി ഈ വിഷയം അന്വേഷിക്കുമ്പോൾ പോലീസ് സ്റ്റേഷന് പുറത്ത് ക്യാമറകൾക്ക് മുന്നിലിരുന്നുകൊണ്ട് രാഹുൽ ഗാന്ധി എന്താണ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത്? പ്രതിപക്ഷ നേതാവിന് രാജ്യത്തെ ജുഡീഷ്യറിയിൽ വിശ്വാസമില്ലേ? വാർത്തകളിൽ ഇടം നേടാൻ വേണ്ടി മാത്രമാണ് രാഹുൽ ഗാന്ധി ഈ ക്യാമറ കേന്ദ്രീകൃത നാടകം കളിക്കുന്നത് എന്നതാണ് സത്യം എന്നാണ് JP നഡ്ഡ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലുടനീളം കോൺഗ്രസ് ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾ നേരിടുന്നു. ഈ നാടകത്തിന്റെ മുഴുവൻ സമയം പരിഗണിക്കുകയാണെങ്കിൽ വന്ദേമാതരം വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി നിലവിൽ രാജ്യമെമ്പാടും കടുത്ത വിമർശനം നേരിടുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാകും. ദേശീയ ഗാനത്തോട് കാണിച്ച അനാദരവിന് കോൺഗ്രസിൽ നിന്ന് പൊതുജനങ്ങൾ ഉത്തരം തേടുന്നു. പ്രത്യേകിച്ച് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ത്രിവർണ്ണ പതാക പോലെ തോന്നിക്കുന്ന കേക്ക് മുറിക്കുന്നത് കണ്ടപ്പോൾ തന്റെ ഈ ദേശവിരുദ്ധ മുഖം മറച്ചുവെക്കാനും താൻ നേരിട്ട വലിയ നാണക്കേടിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും രാഹുൽ ഗാന്ധി തിടുക്കത്തിൽ ഈ പുതിയ നാടകം ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നാണ് JP നഡ്ഡ പറഞ്ഞിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി അരാജകത്വത്തിന്റെ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് രവിശങ്കർ പ്രസാദ് പറഞ്ഞു.
സംഭവത്തെ BJP MP രവിശങ്കർ പ്രസാദ് നിർഭാഗ്യകരമെന്ന് വിശേഷിപ്പിക്കുകയും രാഹുൽ ഗാന്ധി അരാജകത്വത്തിന്റെ രാഷ്ട്രീയം കളിക്കുന്നത് വളരെ നിർഭാഗ്യകരമാണെന്ന് പറയുകയും ചെയ്തു. നിലവിൽ അനുമതിയോ മുൻകൂർ വിവരമോ ഇല്ലാതെ അദ്ദേഹം പാർലമെന്റ് സ്ട്രീറ്റ് PS-ൽ ധർണയിലിരിക്കുകയാണ്. അദ്ദേഹം ഉദ്ധരിക്കുന്ന സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അത് അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്നും രവിശങ്കർ പറഞ്ഞു. ഇത് അന്വേഷിക്കാൻ സുപ്രീം കോടതി ഒരു ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി, നിങ്ങൾക്കൊരു നിയമത്തെയും ബഹുമാനിക്കാൻ താല്പര്യമില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തോടുള്ള നിലപാട് കാരണം കോൺഗ്രസ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഞങ്ങൾ സംശയിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നതിനെ ഞങ്ങൾ അപലപിക്കുന്നുവെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. അതുപോലെ തന്നെ സർക്കാർ ചടങ്ങുകളിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ പ്രോട്ടോകോളിനെതിരെ നിലപാടെടുത്ത കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തു വന്നു. കോൺഗ്രസിന്റേത് തീവ്രമായ പ്രീണന രാഷ്ട്രീയമാണെന്നും സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളെയും വന്ദേ മാതരത്തിന്റെ രചയിതാവായ ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായയും അപമാനിക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്നും അമിത്ഷാ ആരോപിച്ചു. വാർത്താ ഏജൻസിയായ ANA-യോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1937 മുസ്ലിം പ്രീണനത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് വന്ദേ മാതരത്തെ 2 ഭാഗങ്ങളായി മുറിച്ചതെന്നും ഇത് ഇന്ത്യയുടെ വിഭജനത്തിന് തറക്കല്ലിടുകയും ദുരാഷ്ട്രവാദത്തിന് കരുത്തേകുകയും ചെയ്ത ചരിത്രപരമായ തെറ്റാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി. ഈ തെറ്റു തിരുത്താനാണ് വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷിക വേളയിൽ നരേന്ദ്രമോദി സർക്കാർ പൂർണ്ണ രൂപത്തിൽ ഗാനം ആലപിക്കാൻ ഔദ്യോഗിക നിയമനിർമ്മാണത്തിലൂടെ തീരുമാനമെടുത്തത്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് വീണ്ടും ഈ പാർലമെന്റ് നിയമത്തെ തള്ളിപ്പറഞ്ഞ് പഴയ പ്രീണന നയം പിന്തുടരുകയാണെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. വന്ദേമാതരം വിളിച്ചാണ് ആയിരക്കണക്കിന് പോരാളികൾ തൂക്കുമരത്തിലേറിയതും വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അടുത്തിടെ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പാർട്ടി ചടങ്ങുകളിൽ വന്ദേമാതരത്തിന്റെ ആദ്യ 2 വരികൾ മാത്രം ആലപിച്ചാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നു. വിദേശ ഫണ്ടിംഗ് സംബന്ധിച്ച ആരോപണങ്ങൾ, വന്ദേമാതരം വിവാദം, രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം എല്ലാം ചേർന്ന് കോൺഗ്രസിനെതിരെ പുതിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് വഴിയൊരുക്കിയിരിക്കുകയാണ്. എന്നാൽ ആരോപണങ്ങളും രാഷ്ട്രീയ വിമർശനങ്ങളും വേർതിരിച്ച് വസ്തുതകൾ പരിശോധിക്കേണ്ടത് പ്രേക്ഷകരുടെ ഉത്തരവാദിത്വമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വാർത്തകൾക്കായി തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.